ഈ എന്നത്തേക്കാ വേണ്ടത്? എപ്പോഴും നിനക്ക് ഫ്രീ ടൈം ഇപ്പൊ കിട്ടും. ഓണത്തിന്റെ സമയമല്ലേ, ഇപ്പൊ 2 ദിവസം തിരക്കായിരുന്നു. ഞാൻ മിക്കവാറും മറ്റേന്നാള് ഷോപ്പ് ഓപ്പൺ ചെയ്യും. എനിക്കൊരു 3-4 അപ്പോയിന്റ്മെന്റ് വന്നിട്ടുണ്ട്. അപ്പൊ ചേച്ചി വരുമെന്ന് കൺഫേം ആണെങ്കിൽ എനിക്കെന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നില്ലേ അവിടെ. അല്ല പിന്നെ അന്ന് ചെയ്തത് എങ്ങനെയുണ്ട്? ഫെയ്ഡ് ഔട്ട് വല്ലതും ആയോ? ഇല്ല അത് കുഴപ്പമില്ല. വാഷ് ചെയ്തില്ല, ഞാൻ പറഞ്ഞ പോലെ ഒന്നും ചെയ്തില്ലായിരുന്നു. ചെയ്തു. മറ്റേ ക്രീമൊക്കെ യൂസ് ചെയ്തായിരുന്നു. അത് ചെയ്തു. കുഴപ്പമൊന്നുമില്ലല്ലോ അത്. അത് വേദനയ്ക്ക് പെട്ടെന്ന് മാറിയായിരുന്നു. ഞാൻ അന്ന് അത്രയും സമയം ഉണ്ടായിരുന്നില്ലല്ലോ വേദന മാറ്റാനൊന്നും. ഉം. അല്ല മറ്റേന്നാള് വരുമോ? ഉറപ്പായിട്ടും വരുമോ? വരാം. എനിക്ക് പെട്ടെന്ന് വേണം. അങ്ങനെയാണെങ്കിൽ ഞാൻ വേറെ അപ്പോയിന്റ്മെന്റ് ഒന്നും എടുക്കുന്നില്ല. കാര്യം അന്ന് പറഞ്ഞെടുത്താണെങ്കിൽ കുറച്ച് സമയം എടുക്കും. അതെ അതിപ്പം അതാ പറഞ്ഞേ. നമുക്ക് രാവിലെ തുടങ്ങിയാലേ ഒരു അതാ ഞാൻ പിന്നെ ഇപ്പോഴേ വിളിച്ചത് നിന്നെ. നമുക്ക് രാവിലെ തുടങ്ങിയാൽ ഒരു ഉച്ചയൊക്കെ ആകുമ്പോഴേ, എന്നാലും ഉച്ചയ്ക്ക് ഒരു 2 മണിയൊക്കെ ആകുമ്പോഴേ തീർക്കാൻ പറ്റത്തില്ല. അത്രയും ഉം, സൂക്ഷിച്ചു വേണ്ട ഉം. ചെയ്യുക. അതെ. അപ്പൊ ആ ഡിസൈനാണോ? ഏത് ഡിസൈനാണ്? ഞാൻ അന്ന് കാണിച്ചു തന്നെ ഡിസൈൻ. അന്ന് അയച്ചു തന്നതാണോ? അതെ. അത് മതി, ഉറപ്പല്ലേ? ഉം. പിന്നെ ഒരു കാര്യം, അവിടെ ഇത് വൃത്തിയാക്കാൻ മറക്കണ്ട. അത് ചെയ്തോളാം ഞാൻ. അങ്ങനെ ചെയ്യാതെ ഇത് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അതൊക്കെ വെട്ടി വെടിപ്പാക്കി ഓക്കെ. ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് തന്നെയല്ല, പിന്നെ ഇപ്പൊ സമയത്ത് ചെയ്യണ്ടേ? നന്നായിട്ട് സമയം വേണം, ശ്രദ്ധിച്ചു വേണ്ട ചെയ്യാൻ. അവിടെ നീറ്റാക്കിട്ട് കൊണ്ടുവരും. ഉം. പിന്നെ വേദന വേദന കുറെ. വേദന കുറച്ച് വേദന കാണും. കുഴപ്പമില്ല, ഞാനുണ്ടല്ലോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് വേദനയൊക്കെ മാറ്റാം, കുഴപ്പമില്ല. എന്തായാലും ഉച്ചവരെ എടുക്കൂല്ലേ ചെയ്യാൻ? ഉച്ചയ്ക്ക് ഒരു 4-4.5 മണിക്കൂർ എടുക്കും. 4-5 മണിക്കൂർ എടുക്കും. നമുക്ക് രാവിലെ തുടങ്ങാം. ആഹാ. രാവിലെ ഇങ്ങ് പോന്നാൽ മതി, ഞാൻ വന്നിട്ട് ഞാൻ വിളിക്കാം. ഉം. ഞാൻ വേറെ അപ്പോയിന്റ്മെന്റ് ഒന്നും എടുക്കുന്നില്ല. ഉം. അന്ന് പിന്നെ ഇച്ചിരി ധൃതിയിലല്ലേ ചെയ്തേ. അല്ല, വേറെ ഉച്ച കഴിഞ്ഞിട്ടും പിന്നെ എനിക്ക് കുഴപ്പമില്ല. ഞാൻ പിന്നെ വൈകിട്ട് വരെ ഞാൻ ഫ്രീ ആണ് ആ ദിവസം. എന്തായാലും ഞാനൊരു 6 മണി വരെ വേറെ ഒന്നും എടുക്കത്തില്ല, വർക്ക് എടുക്കത്തില്ല. അപ്പം നമുക്കിതൊരു ഉച്ചയൊക്കെ അല്ല, എനിക്ക് ആകുമ്പോഴത്തേക്ക് വേദന മാറ്റി തരണേ. വേദന മാറ്റി തരുന്നതിനൊക്കെ ഞാൻ അന്ന് മാറ്റി തന്ന കണ്ടില്ലേ. അന്ന് പിന്നെ അധികം സമയം കിട്ടിയില്ലല്ലോ. എനിക്കത് വേറെ വർക്ക് ഉള്ളതുകൊണ്ടല്ലേ. പക്ഷെ ഇത് കുറച്ചും കൂടെ ടൈം എടുക്കും. ഒരു 4.5 മണിക്കൂർ എടുക്കും. നമുക്ക് രാവിലെ ഒരു 9:30-ക്ക് തുടങ്ങാം. എന്നാലേ ഒരു 2 മണിയൊക്കെ ആകുമ്പോൾ തീരത്തുള്ളൂ. പിന്നെ ആ ഡിസൈൻ ആണെന്നുണ്ടെങ്കിൽ അത് കുറച്ച് ടഫാണ്. അപ്പൊ അതിലും ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. പിന്നെ എനിക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നീറ്റ് ആയിരിക്കണം, അറിയാമല്ലോ. ഞാൻ ചെയ്യാം. വൃത്തിയാക്കി കൊണ്ടുവന്നാൽ മതി. അന്ന് തന്നെ എന്നെ കാണിച്ചപ്പോ കണ്ടില്ല, ഒരുപാടുണ്ടായിരുന്നു. ചോദിക്കുകയും ചെയ്ത്, ഇവിടെ ചെയ്യാനാണ് പിന്നെ അത് കളയണ്ടേ. അതെ. അന്നേരം ചേച്ചി പറഞ്ഞു, അത് എനിക്ക് ഇഷ്ടത്തിന് അങ്ങനെ വെച്ചിരിക്കുന്നതാണ്, അത് കളയാനൊരു താല്പര്യമില്ല. അല്ല, അതങ്ങനെ ഞാനത് ഇരിക്കുന്നതല്ലേ ഭംഗി കാണാൻ. പക്ഷെ ഇതിപ്പം ഇത് ചെയ്യുന്നോണ്ട് പിന്നെ അങ്ങനെ അതങ്ങനെ കളയാതെ ഇരിക്കുന്ന പറ്റത്തില്ലല്ലോ. അതങ്ങനെ ഇരിക്കുന്നതാണ് ഭംഗി. പക്ഷെ നമുക്ക് ചെയ്യേണ്ടത് കൊണ്ട് അത് കളഞ്ഞല്ലേ പറ്റൂ. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണേ, അതിപ്പം പിന്നെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അത് പിന്നെ വരുന്ന സമയത്ത് നോക്കി നോക്കി കളയണം കേട്ടോ. അല്ലെ പിന്നെ കാണത്തില്ല, അറിയാമല്ലോ. അപ്പൊ അതുകൂടെ ശ്രദ്ധിക്കണം. പിന്നെ ഞാൻ വാഷ് ചെയ്തോളാം. പിന്നെ വെള്ളം അത് നനയാതെ നീ അന്ന് നോക്കിയാൽ മതി. പറഞ്ഞ പോലെയൊക്കെ ചെയ്തോളാം. പിന്നെ വെള്ളം നനയാതെ നോക്കുക. പിന്നെ ഇതിപ്പോ കഴിഞ്ഞിട്ടുള്ള വേദനയൊക്കെ ഞാൻ മാറ്റിത്തരാം, കുഴപ്പമില്ല. നമ്മുടെ ഷോപ്പല്ലേ, സമയം ചേച്ചിക്ക് അല്ല, എപ്പോഴാ അന്ന് അപ്പോയിന്റ്മെന്റ് എടുക്കാതിരുന്നാ മതി. നമുക്ക് ഇനി ആ ഒരു ദിവസം വൈകിട്ട് വരെ വേണമല്ലോ. എന്നോട് 2 പറഞ്ഞിട്ടുണ്ടായിരുന്നു, കുഴപ്പമില്ല, ഞാനത് മാറ്റി വെക്കാം. അത് ചേച്ചി അടുത്ത നമുക്ക് ദിവസത്തേക്ക് വിലപ്പെട്ട മാറ്റി. ആളല്ലേ. അപ്പൊ അതുകൊണ്ട് ഞാൻ അവരോട് ഒരു ഇത് പറയാം, കുഴപ്പമില്ല. അപ്പൊ നമുക്കൊരു നമുക്ക് പിന്നെ ഉച്ചവരെ അത് കഴിഞ്ഞിട്ടല്ലേ പിന്നെ ബാക്കി പരിപാടി. കഴിഞ്ഞിട്ടില്ലേ നമ്മുടെ പരിപാടി, വേദന മാറണ്ടേ.
അപ്പൊ അത് മാത്രമല്ല കുറച്ച് സമയം എടുക്കും. അപ്പൊ ചേച്ചിക്ക് എത്ര മണി വരെ നിൽക്കാൻ പറ്റും? 6 മണി വരെ? ആ കുഴപ്പമില്ല എപ്പോഴായാലും. നമുക്കൊരു നമുക്കൊരു ഉച്ച 2 മണിയൊക്കെ ആകുമ്പോൾ ഇത് തീരും. പിന്നെ ലഞ്ച് ഒക്കെ കഴിച്ചിട്ട് നമുക്ക് പതിയെ വേദന മാറ്റാനുള്ള പരിപാടി നോക്കാം. ഉം, അത് മതി. ഉം. പിന്നെ വേറൊരു ഡിസൈൻ അയച്ചത്, അപ്പൊ 2 അയച്ചിട്ട് ഇതിലേതാ കൺഫേം ആക്കിയോ? എനിക്ക് 2 അയച്ചായിരുന്നല്ലോ. ആദ്യം അയച്ചതാണോ വേണ്ടത്? ആദ്യം വെച്ചതാ വേണ്ടേ. അത് മതിയോ? അത് മതി. രണ്ടാമത് അയച്ചത് അത്ര അത് വേണ്ട, മറ്റേ തന്നെ മതി. അല്ല, എനിക്കും ഇഷ്ടപ്പെട്ടത് ആദ്യം അയച്ചത്. ഞാൻ അന്ന് തന്നെ പറഞ്ഞല്ലോ, ഇതാ കുറച്ചും കൂടെ ബെറ്റർ. പിന്നെ നമുക്ക് കളർ ആഡ് ചെയ്യണോ? നിറം എന്തെങ്കിലും ആഡ് ചെയ്യണം? റെഡ്. 2 മതിയോ? അത് അവിടെ ഇവിടെയൊക്കെ ഫില്ല് ചെയ്താൽ മതിയല്ലോ. അതെ അതെ, ഒന്ന് നോക്കിയിട്ട്. അതെന്താ അങ്ങനെ ചെയ്യാനുള്ളൊരു അവിടെ താല്പര്യം? അവിടെ കാണുമ്പോ ഒരു കുറച്ച് ഡിഫറെന്റ് ആയിട്ട്. ആദ്യം ഞാനല്ലേ കാണുന്നത്? അല്ല, എനിക്ക് കാണുന്നതിന്റെ അത്ര ആരും കാണത്തില്ലല്ലോ. എനിക്കത് ചെയ്യുമ്പോ തന്നെ എന്ത് രസമായിരിക്കും, ചെയ്തോണ്ടിരിക്കുമ്പോ തന്നെ. ഒന്ന് കാണിച്ചപ്പോ തന്നെ, ജസ്റ്റ് ഒന്ന് കാണിച്ചപ്പോ തന്നെ എനിക്ക് ഇതായി, ഞാൻ ഞെട്ടിപ്പോയി. അപ്പൊ പിന്നെ ചെയ്യുമ്പോ പിന്നെ പറയണോ? വേദന എടുക്കാതിരിക്കാൻ വേണ്ടി ഞാൻ ചില ഇതൊക്കെ ഉണ്ട് ചെയ്യാതിരിക്കുക. അതൊക്കെ അതിനിടയിൽ ചെയ്താൽ മതി. അതിനിടെ ഇങ്ങനെ വൃത്തിക്ക് ചെയ്യാം. അപ്പൊ പിന്നെ അത്രയ്ക്കൊരു ഇത് നമ്മള് അനുഭവപ്പെടത്തില്ല. മാത്രല്ലേ കാണത്തുള്ളൂ, വേറെ അപ്പോയിന്റ്മെന്റ് ഒന്നും എടുക്കുന്നില്ലല്ലോ. അവിടെ പിന്നെ വേറെ നമ്മുടെ ഷോപ്പല്ലേ, കുഴപ്പമില്ല. വേറെ എടുത്താലും ഞാനുണ്ടല്ലോ, മാറ്റിത്തരാൻ. അല്ല, പതിയെ പതിയെ ചെയ്താൽ മതി. അത് മാത്രമല്ല, നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മളത് സൂക്ഷിച്ച് വേണം ചെയ്യാൻ. ഓരോ ചെറിയ ഇതുപോലും നോക്കി നോക്കി വേണം ചെയ്യാൻ, അല്ലെങ്കിൽ പിന്നെ അത് ഇതായെങ്കിലേ ശരിയാവത്തില്ല. എന്നിട്ട് എപ്പോഴാ വരണ്ടേ? മറ്റന്നാൾ. എന്നാ പിന്നെ അങ്ങനെയാണ്, മറ്റന്നാൾ തന്നെ വന്നോ. മറ്റന്നാൾ ഒരു, ഇപ്പൊ ഓണമൊക്കെ കഴിഞ്ഞല്ലോ, ഇന്നലെ അല്ലായിരുന്നു. പക്ഷെ മറ്റന്നാൾ ഒരു രാവിലെ ഒരു 9:30 ആകുമ്പോ പോകുന്നത്. പിന്നെ വേറെ വർക്കൊന്നും എടുക്കുന്നില്ല. പിന്നെ പ്രത്യേകിച്ച് ഒരു കാര്യം, ഇടുവൊന്നും വേണം കേട്ടോ, ചെയ്യാനുള്ളതല്ലേ. ഇല്ലാതെ പോന്നാ മതി. പിന്നെ കൂടുതലും നമുക്ക് അനുയോജ്യമായിട്ടുള്ള ഇതിട്ടാ മതി. അത് കുഴപ്പമില്ല, അവിടെ സൗകര്യമുണ്ട്. ജസ്റ്റ് ഒന്ന് പറഞ്ഞതാ. പിന്നെ വാഷ് ചെയ്യാതെ നോക്കണം, വെള്ളം നനയാതെ നോക്കുക, ഉള്ള കാര്യങ്ങൾ നോക്കുക. പിന്നെ ബാക്കി കാര്യം ഞാൻ നോക്കിക്കോളാം, കുഴപ്പമില്ല. എങ്ങനെ പോയി നമുക്കൊരു 2:30-3 മണിയാകുമ്പോൾ തീർക്കണം. തീർത്തിട്ട് പിന്നെ ലഞ്ച് കഴിച്ചിട്ട് ഒരു ചേച്ചി 6 മണിക്ക് പോയാൽ പോലെ. 6 മണി കഴിഞ്ഞിട്ട് ബാക്കി പരിപാടി, അല്ല ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കി പരിപാടി നമുക്ക് ചെയ്യാം അന്നത്തെ പോലെ. ഒറ്റയ്ക്കല്ലേ വരത്തുള്ളൂ, ഒറ്റയ്ക്ക് വന്നാൽ മതി കേട്ടോ. ഒറ്റയ്ക്ക് വരത്തുള്ളൂ. ഒറ്റയ്ക്ക് വന്നാലേ നടക്കുള്ളൂ. ഒറ്റയ്ക്ക് വന്നാലേ നടക്കൂ, സമയം എടുത്ത് ചെയ്യണ്ടേ. അത് മാത്രമല്ല, പിന്നെ വേറൊന്നും പറഞ്ഞായിരുന്നു, മറ്റൊരു അടിക്കുന്ന വ്യാവ് വേണ്ടല്ലേ ഇപ്പൊ തൽക്കാലം. അതിപ്പോ ചെയ്യണ്ട, പിന്നെ നോക്കി ചെയ്യാം. പെൻഡിങ് ആക്കി വെക്കാം, നമുക്ക് പിന്നെ ചെയ്തതുപോലെ. ഒരു ദിവസം മാറ്റി വെച്ചിട്ട് നോക്കി ചെയ്യാം. ആദ്യം പിന്നെ നടക്കട്ടെ. പിന്നെ പ്രത്യേകം പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ, നീറ്റ് ആക്കണം. പിന്നെ ഇട്ടോണ്ട് വരുന്നത് ആയിട്ടുള്ള കംഫോർട്ടായിട്ടുള്ള ഓർമ്മയാണ്. പിന്നെ അത്രയൊക്കെ ഉള്ളൂ. പിന്നെ ബാക്കി കാര്യം ഞാൻ ചെയ്തോളാം. പിന്നെ ഒരു ഗുണം നോക്കി നന്നായിട്ട് ചെയ്യുന്ന എനിക്കറിയാം, അതുകൊണ്ട് പിന്നെ നിന്റെ അടുത്ത് തന്നെ വരുന്നു. അത് മാത്രമല്ല, നമുക്ക് പിന്നെ വേണ്ടപ്പെട്ട ആളല്ലേ. അത് മാത്രം